എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു റീഡിങ്ങിലേക്ക് സ്വാഗതം. ഇന്നത്തെ റീഡിങ് ഒരു റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ്. എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് എന്നതാണ് നോക്കുന്നത്. അതുപോലെ ഇതൊരു ജനറൽ കളക്റ്റീവ് ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ കാണുമ്പോൾ മുതലായിരിക്കും നിങ്ങൾക്കിത് വാലിഡ് ആകുന്നത്. ഇതിലുള്ള പോസിറ്റീവായ കാര്യങ്ങളെ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്കൊരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതുമാണ്. നിങ്ങൾക്ക് റെസനേറ്റ് ആകാത്ത എല്ലാ കാര്യങ്ങളെയും നിങ്ങൾ വിട്ടുകളയുക. നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് വളരെ പോസിറ്റീവായിട്ട് മനസ്സിലേക്ക് കൊണ്ടുവരിക. Eight of Pentacles, Nine of Wands, Wheel of Fortune, Four of Pentacles, Ten of Cups, Seven of Wands, Five of Wands, Nine of Pentacles, Ten of Wands, Nine of Cups, King of Swords, Five of Pentacles, Page of Swords, Three of Wands, Two of Wands, Knight of Cups, Death, Ace of Cups. ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു സ്പിരിറ്റിൽ നിന്ന് മനസ്സിലാകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ഒരു ട്രാൻസിഷൻ പീരീഡ് നടക്കുകയാണ് എന്നുള്ളതാണ്. നിങ്ങൾ ഒരുപാട് എഫേർട്ട് എടുത്ത് ഒരുപാട് ഈ ഒരു റിലേഷൻഷിപ്പിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അതിനെ ഒരു ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നിങ്ങൾ ഒത്തിരി എഫേർട്ട് എടുത്തിട്ടുണ്ട്. നിങ്ങളെ കൊണ്ട് പറ്റുന്നതിനേക്കാളൊക്കെ മുകളിൽ നിങ്ങൾക്ക് പല സമയത്തും തോന്നിയിട്ടുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് എന്നെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്നില്ല, ഇതെനിക്കൊരു ബർഡൻ ആണ് എന്ന് തോന്നിയിട്ടുമുണ്ട്. ആളുടെ ഒരു നേച്ചർ എന്ന് പറയുന്നത്, അതായത് നിങ്ങളുടെ പേഴ്സണിൻ്റെ ഒരു നേച്ചർ എന്ന് പറയുന്നത് എല്ലാം വളരെ വെട്ടിത്തുറന്ന് പറയുന്ന ഒരു പേഴ്സണാലിറ്റി ആയിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള സംസാരങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് പെയിൻഫുൾ ആയിട്ടുള്ള മെമ്മറീസ് തന്നിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു എനർജിയാണ്. ഇവിടെ ഇതൊരു നോ കോണ്ടാക്റ്റ് ആകാം, വളരെ ലെസ് കോണ്ടാക്റ്റ്, ഇടയ്ക്ക് ഒന്ന് വന്ന് ഇവിടെ ഉണ്ട് എന്നൊന്ന് അറിയിച്ചിട്ട് ഓടിപ്പോകുന്ന ഒരു പേഴ്സൻ്റെ എനർജി ആയിട്ടും കാണുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ കൂടെ തന്നെ ചിലപ്പോൾ ഉണ്ടാകാം, പക്ഷെ നിങ്ങൾക്ക് ഒരിക്കലും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇമോഷണലി ആ ഒരു പേഴ്സണെ അവൈലബിൾ ആയിട്ട് കിട്ടുന്നുണ്ടാവില്ല. അങ്ങനെയുള്ള ആളുകൾക്കും ഈ ഒരു റീഡിങ് റെസൊനേറ്റ് ആകുന്നതാണ്. ഇപ്പം നിങ്ങളുടെ ലൈഫിൽ ഇവിടെ വീൽ ഓഫ് ഫോർച്യൂണും ആൻഡ് ഡെത്ത് കാർഡും ഒരേപോലെ വന്നിരിക്കുന്നു. രണ്ടും ഒരു കാർമിക്സ് അല്ലെങ്കിൽ ഒരു കാർമിക് ക്ലിയറൻസിനെ കാണിക്കുന്ന ഒരു കാർഡുകളാണ്. ഇപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ ഒരു ഒത്തിരി കാലങ്ങളായിട്ട് ഒരു റിപ്പീറ്റഡ് ആയിട്ടുള്ള പാറ്റേൺസ് ആയിരിക്കും. നിങ്ങൾ ഒരുപാട് ഫൈറ്റ് ചെയ്യും, നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ ഈ ഒരു പേഴ്സണെ നിങ്ങളുടെ കൂടെ നിർത്താൻ ആഗ്രഹിച്ച് ഒരുപാട് സാക്രിഫൈസ് ചെയ്യും, ഒരുപാട് ഹാർഡ് വർക്കിൻ്റെ അല്ലെങ്കിൽ ഒത്തിരി നിങ്ങളെടുക്കുന്ന ഒത്തിരി എഫേർട്ടിൻ്റെ ഒരു കാർഡുകൾ ഇവിടെ കാണുന്നുണ്ട്. 9 ഓഫ് വാൺസ്, 10 ഓഫ് വാൺസ്, 5 ഓഫ് വാൺസ്, 7 ഓഫ് വാൺസ്. ഈ കാർഡുകളെല്ലാം പറയുന്നത് നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ എടുത്തിരിക്കുന്ന എഫേർട്ടുകളെ കുറിച്ചാണ്. ഇപ്പം ഒരാൾ മാത്രമാണ് ഈ ഒരു സിറ്റുവേഷനിൽ, ആ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് ഒന്നുമില്ല. അതായത് ഇവിടെ ഒരു 4 ഓഫ് കപ്സിൻ്റെ എനർജിയിൽ നിൽക്കുന്ന ഒരു പേഴ്സണാണ്, അല്ലെങ്കിൽ ഒരു 5 ഓഫ് കപ്സിൻ്റെ എനർജിയിൽ നിൽക്കുന്ന പേഴ്സൺ എന്ന് വെച്ചാൽ നിങ്ങൾ ഒരു വശത്തു നിന്ന് ഈ റിലേഷൻഷിപ്പിനെ അടിത്തറയിൽ വെച്ച് ഫൗണ്ടേഷനൊക്കെ വെച്ച് അതിനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരും. ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഇതെല്ലാം വാങ്ങിച്ച് അവരുടെ കയ്യിൽ വെക്കും. അതായത് സ്നേഹമായാലും മറ്റെന്ത് കാര്യമായാലും വാങ്ങുക എന്നുള്ളത് മാത്രമാണ് ആ മറ്റേ വ്യക്തിയുടെ റെസ്പോൺസിബിലിറ്റി. നിങ്ങളാണ് എപ്പോഴും അവിടെ കൊടുത്തുകൊണ്ടേയിരുന്നത്, അല്ലെങ്കിൽ ഒത്തിരി ഓവർ ഗിവിങ്ങിൻ്റെ ഒരു എനർജി കാണുന്നുണ്ട്. നിങ്ങൾ
നിങ്ങൾ ആ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വളരെ പ്രഷ്യസ് ആയിട്ട് നിങ്ങൾ കണ്ടിരുന്ന മേ ബി നിങ്ങളുടെ കരിയർ ആകാം, കരിയറിന് കരിയർ ലോസ് ഇവിടെ കാണുന്നുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ജോബ് ആകാം, ഫിനാൻഷ്യൽ സിറ്റുവേഷൻസ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ആ ഒരു വ്യക്തിക്ക് വേണ്ടി ഒരുപാട് ഓവർ ഗിവിങ് ചെയ്തിട്ടുള്ള ഒരു എനർജിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ അവരാണെങ്കിലും നിങ്ങൾ ഇത്രയും എഫേർട്ട് എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെയാണ് ഈ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ള ഒരു വാല്യൂബിൾ നിങ്ങൾക്ക് തരാതെ അവർക്ക് വായിൽ വരുന്നതെല്ലാം, അതായത് കിങ് ഓഫ് സോർഡ്സിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ അത്രയും സ്ട്രിക്റ്റ് ആയിട്ട് അവരുടെ ഉള്ളിൽ തോന്നുന്ന കാര്യങ്ങളെല്ലാം അതേപടി അവർ പുറത്തേക്ക് പറയുന്ന ഒരു പേഴ്സൺ എനർജിയാണ്. അപ്പം അത് നിങ്ങൾ എത്രത്തോളം പെയിൻഫുൾ ആക്കും എന്നുള്ളത് അവർ ചിന്തിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള നിങ്ങളുടെ ഒരു എനർജി ഇവിടെ നിൽക്കുന്നത് അത് ഒത്തിരി വർക്ക് ചെയ്യുന്ന ഒരു എനർജിയാണ്. അതായത് നിങ്ങളുടേതൊരു ഒരുപാട് നിങ്ങൾക്ക് അവസാനം ടയേർഡായി, നിങ്ങൾക്ക് ഇനി ആവുന്നില്ല എന്നുള്ള ഒരു സിറ്റുവേഷനിലാണ് നിങ്ങളുടെ ഒരു എനർജി ഈ ഒരു സ്പ്രെഡിൽ നിന്ന് കാണാൻ പറ്റുന്നത്. അതുപോലെ നിങ്ങളുടെ വ്യക്തിയുടെ എനർജി എന്ന് പറയുന്നത്, നിങ്ങളുടെ വ്യക്തി ഈ പറഞ്ഞതുപോലെ എല്ലാം വാങ്ങിച്ച് കയ്യിൽ വെക്കുന്ന, എന്നാൽ അങ്ങേയറ്റം പൊസസീവ് ആയിട്ടുള്ള, അവർക്ക് തോന്നുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളോട് പറയുന്ന ആ ഒരു എനർജിയിൽ നിന്ന് അവരിപ്പോൾ മാറി വന്നിരിക്കുന്ന ഒരു മെസ്സേജാണ് ഇതിനകത്തുള്ളത്. അതായത് അവർക്ക് ഇപ്പോൾ ഒരുപാട് മിസ്സിംഗ് ആണ്. അവർക്ക് കിട്ടിക്കൊണ്ടിരുന്നത് ആ ഒരു ഫ്ലോ ഓഫ് ലവ്. നിങ്ങൾ 9 ഓഫ് കപ്സിൻ്റെയും 10 ഓഫ് കപ്സിൻ്റെയും ഒക്കെ എനർജിയിലിരുന്ന അത്രയും നിങ്ങളുടെ ഫാമിലി തന്നെയായിരിക്കും ഇവിടെ ഒരു കറക്റ്റായിട്ടൊരു ഫാമിലി, ഹസ്ബൻഡ് വൈഫ് കുട്ടികളൊക്കെ ഉള്ള ഒരു ബന്ധമായിരിക്കാം ഇത്. അങ്ങനെ തന്നെയാണ് കാണുന്നത്. അപ്പം നിങ്ങൾ എല്ലാ കാര്യങ്ങൾക്കും ആ ഒരു വ്യക്തിക്ക് പ്രയോറിറ്റി കൊടുത്ത് ആ ഒരു വ്യക്തിയെ ഒരു രാജാവിനെ പോലെ അല്ലെങ്കിൽ ഒരു രാജ്ഞിയെ പോലെ ട്രീറ്റ് ചെയ്ത് കൊണ്ടുപോയിട്ട് അവസാനം നിങ്ങൾ മടുത്ത് നിങ്ങൾ അതിൽ നിന്ന് പിൻവാങ്ങി നിൽക്കുന്ന ഒരു എനർജി. ആ ഒരു സമയത്ത് അവർക്ക് വരുന്നൊരു മിസ്സിങ് ഫീലാണ് ഈ ഒരു സ്പ്രെഡിൽ കാണുന്നത്. അപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ഈ ഒരു കുറച്ച് നാളുകളായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ഒരു കാർമിക് ക്ലിയറൻസ് ആണ്. അത് നിങ്ങളുടെ ഒരു ആ റിലേഷൻഷിപ്പിൽ രണ്ടാൾക്കും പരസ്പരം മനസ്സിലാക്കാനും രണ്ടാൾക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള വാല്യൂ തിരിച്ചറിയാനുമായിട്ട് ഡിവൈനായിട്ട് കൊണ്ടു തന്നിരിക്കുന്ന ഒരു പീരീഡാണ് ഈ ഒരു സെപ്പറേഷൻ പീരീഡ് എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ ഡെത്ത് കാർഡ് എന്ന് പറയുമ്പോഴും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോഴുള്ള ഈ ഒരു എനർജി, അതായത് ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു ലെസ് കോണ്ടാക്ട് സിറ്റുവേഷൻ, ഇത് വെരി സൂൺ ഒരു അൺഎക്സ്പെക്റ്റഡ് ചേഞ്ചസ് ആണ് ഇവിടെ. നമ്മൾ എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന ഒരു മൊമെൻറ്റിലായിരിക്കില്ല. അതായത് ആ ഒരു പേഴ്സണെ വെയിറ്റ് ചെയ്ത് ആ ഒരു പേഴ്സണിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്തായിരിക്കില്ല അവർ തിരികെ വരുന്നത്. മറിച്ച് അവരെ നമ്മൾ എക്സ്പെക്ട് ചെയ്യാതിരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ കാര്യങ്ങളിലേക്ക്, നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് കൂടുതലായിട്ട് ശ്രദ്ധ കൊടുത്തു കഴിയുമ്പോഴായിരിക്കും അവിടെ നിന്ന് ആ ആൾക്കൊരു മിസ്സിങ് വന്ന് ആ ആൾ തിരികെ വരുന്നതും. അതാണ് ഈ ഡെത്ത് കാർഡിൽ കാണിക്കുന്നത്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ചേഞ്ച്, ഒരു ബിഗ് ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നടക്കാൻ പോകുന്നു എന്നുള്ളത്. ഇവിടെ 2 ഓഫ് വാൺസും 3 ഓഫ് വാൺസും ഒരേപോലെ വന്നിരിക്കുന്നത് അവർ നിങ്ങളെ ഒത്തിരി ചേസ് ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങളിപ്പോൾ നിങ്ങളുടെ ചേസിങ് എനർജീനെ വിഡ്രോ ചെയ്തു. നിങ്ങളിപ്പം നിങ്ങളുടെ കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്ത് നിങ്ങൾ നിൽക്കുകയായിരിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി തിരികെ വരുമ്പോൾ നിങ്ങൾ വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത രീതിയിലായിരിക്കാം നിങ്ങൾ സംസാരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് പറയാം ചേസർ റണ്ണറും റണ്ണർ ചേസറും ആയിരുന്നു. കാരണം ഓടിക്കൊണ്ടിരുന്ന ആൾ തിരികെ നിങ്ങൾ എവിടെയാണ്, നിങ്ങൾ എന്ത് ചെയ്യുന്നു, എന്താണ് ഇതിനകത്ത് ഒരു ലാക്കിൻ്റെ എനർജി വന്നത്, എന്തുകൊണ്ടാണ് ആൾ എന്നെ വീണ്ടും ചേസ് ചെയ്യാത്തത് എന്നൊക്കെ ചിന്തിച്ച് നിങ്ങളെ സ്റ്റോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എനർജിയിലാണ് ആളിപ്പോൾ ഉള്ളത്. അപ്പോൾ ആൾ നിങ്ങളുടെ അടുത്തേക്ക് വരാനുള്ള ഒരു യാത്ര, ദൂരെ ആയിരിക്കാം, നിങ്ങൾ ഒന്നിച്ചായിരിക്കില്ല. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ മാനസികമായി തയ്യാറെടുത്തിരിക്കുന്ന ഒരു സിറ്റുവേഷനും കൂടെയാണെന്ന് പറയാം. അതുപോലെ ഇവിടെ ആൾക്ക് നിങ്ങളോട് സംസാരിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് അറിയണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അതുപോലെ പേജ് ഓഫ് സോർട്സിൽ ഒരു കോൺവെർസേഷൻ വരണം. ആ 9 ഓഫ് കപ്സ് എന്ന് പറയുമ്പോഴും സെയിം ഒരു നിങ്ങളുടെ അടുത്തേക്കൊരു ലവ് ആക്ഷനായിട്ട് വരണം എന്നൊക്കെ ആൾക്ക് നല്ലതുപോലെ ആഗ്രഹമുണ്ട്. ആൻഡ് ഇവിടെ ഡെത്തിന് ശേഷം വന്നിരിക്കുന്നത് ഏസ് ഓഫ് കപ്സ് ആണ്. അതിനർത്ഥം ഈ സിറ്റുവേഷൻ, അതായത് റിലേഷൻഷിപ്പിലുള്ള ഇപ്പം നിങ്ങൾ ഗോ ത്രൂ ആയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സിറ്റുവേഷൻ മാറി ഒരു പുതിയ ബിഗിനിങ് ആ റിലേഷന് ഒരു കിട്ടുന്നത്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഇവിടെ ഒരാൾ മാത്രം ഓവർ ഗീവിങ് ചെയ്യുന്നതും വളരെയധികം എല്ലാ കാര്യങ്ങളും അങ്ങോട്ടേക്ക് ചെയ്തു കൊടുക്കുന്നതും മറ്റേ ആൾ ഇതെല്ലാം വാങ്ങിച്ച് വളരെ ഒരു കംഫർട്ട് സോണിൽ അല്ലെങ്കിൽ ഒരു സേഫ് സോണിലൊക്കെ ഇരിക്കുന്ന ഒരു എനർജിയാണെന്നുള്ളത്. അപ്പം ഇനി വരാൻ പോകുന്നത് അങ്ങനെ ആയിരിക്കില്ല.
എത്ര വാങ്ങുന്നു അത്രയും കൊടുക്കുന്ന ഒരു എനർജി. നിങ്ങൾ എത്രത്തോളം സ്നേഹം അവർക്ക് കൊടുക്കുന്നോ അത്രത്തോളം സ്നേഹം അവരിൽ നിന്ന് തിരികെ നിങ്ങളിലേക്ക് ഫ്ലോ ചെയ്യുന്ന ഒരു എനർജിയിലേക്ക് ഈ റിലേഷൻ മാറും എന്നുള്ള ഒരു മെസ്സേജാണ് ഈ ഒരു ഡെത്തും ഈ ഒരു ഏസ് ഓഫ് കപ്സും കൂടെ ഒന്നിച്ച് വന്നപ്പോൾ മനസ്സിലാകുന്നത്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലൊരു ബിഗ് ട്രാൻസ്ഫോർമേഷൻ, ബിഗ് എന്ന് പറയുമ്പോൾ ഇവിടെ രണ്ട് അത്രയും ട്രാൻസ്ഫോർമേഷൻ്റെ കാർഡ് കാണുന്നത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. വീൽ ഓഫ് ഫോർച്യൂണും ഡെത്ത് കാർഡും അതുപോലെ ഒരുപാട് റൊമാൻറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിന് ഫുൾഫിൽമെൻറ്റ് കൊണ്ടുവരുന്ന തരത്തിലുള്ള ഒത്തിരി കാർഡുകൾ ഈ ഒരു സ്പ്രെഡിലുണ്ട്. 10 ഓഫ് കപ്സും 9 ഓഫ് കപ്സും 9 ഓഫ് പെൻറ്റക്കിൾസ് ഇങ്ങനെയുള്ള എല്ലാ കാർഡുകളും. അപ്പം നിങ്ങളുടെ ഒരു പെയിൻ, നിങ്ങൾ എത്രത്തോളം എഫേർട്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ എടുത്തിട്ടുണ്ടോ അതിൽ നിങ്ങൾക്ക് തിരികെ റിവാർഡ് കിട്ടാൻ പോകുന്ന ഒരു പീരീഡിലേക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് മാറുന്നു എന്നുള്ളൊരു മെസ്സേജാണ് ഈ ഒരു സ്പ്രെഡിൽ നിന്ന് വരുന്നത്. നമുക്ക് കുറച്ച് ഓറക്കിൾ കാർഡും കൂടി എടുത്ത് നോക്കാം എന്താണ് മെസ്സേജസ് എന്ന്. Together, window, baggage, adventure, secrets, celebrate. അപ്പോൾ ഇവിടെ ഈ ഒരു ഓറക്കിൾ കാർഡ്സിലൂടെ വരുന്ന മെസ്സേജ് എന്ന് പറയുന്നത് നിങ്ങൾ തമ്മിൽ ഒന്നിച്ച് ഒരു മുന്നോട്ടേക്കുള്ള ഒരു ജേർണിയിൽ പോകാനായിട്ടുള്ള സാധ്യതകൾ കാണുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ഒന്നിച്ച് ഒരുപാട് കാര്യങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു മൊമെൻറ്റ്സിലേക്ക് വരുന്നു. അതുപോലെ ചില റിലേഷൻഷിപ്പുകളിലുള്ള സീക്രട്സുകൾ റിവീലായിട്ട് പുറത്തേക്ക് വരുന്നുണ്ട്. നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാകാം എന്തുകൊണ്ടാണ് ഈ ഒരു പേഴ്സൺ എൻ്റെ അടുത്തുനിന്ന് മാറിപ്പോയത്, ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്നുള്ള കാര്യങ്ങളും, അതുപോലെ അവരുടെ ലൈഫിൽ എന്തെങ്കിലും നിങ്ങളറിയാത്ത സീക്രട്സുകൾ ഒളിഞ്ഞിരിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്, ഒരു സംശയത്തിലാണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ അതെല്ലാം മറന്നേക്ക് പുറത്തു വരുന്ന ഒരു എനർജിയിലേക്ക് നിങ്ങൾ മാറുന്നു എന്നുള്ളതാണ്. അതുപോലെ നിങ്ങൾക്കുള്ള ഒരു മെസ്സേജ് എന്ന് പറയുന്നത് ഒരു ബാഗേജ്, നമ്മളെ പഴയ കാര്യങ്ങൾ, പാസ്റ്റിൽ നടന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ഹൃദയത്തിൽ അതേപോലെ ക്യാരി ചെയ്യുകയാണെങ്കിൽ അതൊരു ബാഗേജിൻ്റെ രൂപത്തിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാകും. അപ്പം ആ ഒരു പേഴ്സൺ തിരികെ വരുമ്പോഴായാലും പഴയ കാര്യങ്ങളെ ഓർമ്മിപ്പിച്ച് അവരെ വീണ്ടും അല്ലെങ്കിൽ അതായത് അവർക്കൊരു ഇമോഷണൽ ബ്രേക്ക് ഡൗൺ ആക്കി നിങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു തോട്ട്സ് അല്ലെങ്കിൽ ആ ഒരു പാസ്റ്റ് എനർജി റിലീസ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ നിന്ന് വന്ന മെസ്സേജ്. നിങ്ങൾക്ക് ഒന്നിച്ചുള്ള എന്തെങ്കിലും ഒരു അഡ്വഞ്ചർ, അത് നിങ്ങൾ ഒന്നിച്ച് പ്ലാൻ ചെയ്തതായിരിക്കാം, എവിടെയെങ്കിലും ഒരു യാത്ര പോകാനായിരിക്കാം, അല്ലെങ്കിൽ ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ളൊരു ട്രിപ്പ് പോകാനായിരിക്കാം. അങ്ങനെയുള്ള ഒരു കാര്യങ്ങളിലേക്കുള്ള ഒരു ഗേറ്റ് വേ ആയിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഓപ്പൺ ആകാൻ പോകുന്നു എന്നുള്ളൊരു മെസ്സേജാണ് ഈ കാർഡിൽ നിന്ന് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിലുള്ള പോസിറ്റീവായ എല്ലാ കാര്യങ്ങളെയും നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാം. അതുപോലെ പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.